തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതു നേതാക്കൾ 2020യോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് മുൻപ് എന്തിന് കിറ്റെക്സ് കമ്പനിയിൽ പരിശോധന നടത്തിയെന്ന് വിശദീകരിക്കണമെന്ന് സാബു എം ജേക്കബ്. അനാവശ്യ പീഡനമാണ് PV ശ്രീനിജൻ MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിന് CPM നേതൃത്വം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ CPM നേതൃത്വം മറുപടി പറയട്ടെ എന്നും സാബു എം ജേക്കബ് പറയുന്നു. എന്നാൽ മാപ്പ് പറയണമെന്ന സാബു എം ജേക്കബിന്റെ ആവശ്യത്തെ ശ്രീനിജൻ പരിഹസിച്ചു. ആരുടെയെങ്കിലും കയ്യിൽ കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ തരണമെന്നും ഒരാൾക്ക് കൊടുക്കാൻ ആണെന്നുമായിരുന്നു MLAയുടെ പരിഹാസം. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ആദ്യം എന്താണ് സാബു ജേക്കബ് പറയുന്നത്? സുരേഷ്, ഇക്കാര്യത്തിൽ 2020യുടെ വോട്ട് ഈ മണ്ഡലത്തിൽ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടത് നേതാക്കൾ വളരെ പരോക്ഷമായി ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിലേക്ക് ഒരു വോട്ട് അഭ്യർത്ഥന എന്ന രീതിയിലേക്ക് ആരുടെ വോട്ടും തള്ളിക്കളയാനില്ല എന്നതടക്കമുള്ള രീതിയിലേക്ക് നീങ്ങുന്നത്. 2020 വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇടതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർക്കാകില്ല തുടങ്ങിയ പരാമർശങ്ങളടക്കം നൽകിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഇതിന് വളരെ കൃത്യമായ മറുപടിയാണ് സാബു ജേക്കബ് നൽകിയത്. കാരണം തൻ്റെ കമ്പനിയെ, തൻ്റെ പ്രസ്ഥാനത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ഇടത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിന് നേതൃത്വം നൽകിയത് PV ശ്രീനിജൻ MLAയുടെ നേതൃത്വത്തിലാണ്. ഇതിന് പാർട്ടി അടക്കം കൂട്ടുനിൽക്കുന്ന രീതിയിലായിരുന്നു. നിരവധിയായ പരിശോധനകൾ കമ്പനിയിൽ നടത്തിയിരുന്നു. ഇത് എന്ത് സാഹചര്യത്തിലാണെന്ന് സർക്കാരോ അല്ലെങ്കിൽ ഇടതു മുന്നണിയോ വിശദീകരിക്കട്ടെ, CPM അടക്കം വിശദീകരിക്കട്ടെ. അല്ലെങ്കിൽ ഈ പരിശോധന നടത്തിയിട്ട് എന്താണ് അവിടെ നിന്ന് കണ്ടെത്തിയത്, താൻ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് താനോ തൻ്റെ കമ്പനിയോ ചെയ്തിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടെത്തട്ടെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത് എന്തിനായിരുന്നുവെന്ന് വിശദീകരിച്ചതിന് ശേഷം മാത്രം മതി വോട്ടഭ്യർത്ഥന. ഏതെങ്കിലും രീതിയിൽ അത് തനിക്കെതിരെ നടത്തിയ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിന് CPM മറുപടി പറയാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ PV ശ്രീനിജന്റെ ഒരു പരിഹാസം കൂടി വന്നിട്ടുണ്ടല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ശ്രീനിജന്റെ പരിഹാസത്തിൽ സാബു ജേക്കബ് പറയുന്നത്? സുരേഷ്, ഇക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ സാബു ജേക്കബ് തന്നെ നമ്മോടൊപ്പം നേരിട്ട് ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയും. PV ശ്രീനിജൻ MLAയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുമ്പ് വന്നിരിക്കുന്നു. നേരത്തെ താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഇത്തരം കാര്യങ്ങൾക്ക് കമ്പനിയോട് നടത്തിയ റെയ്ഡ് പരിശോധനകൾക്കെല്ലാം തന്നെ മറുപടി പറയണം എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇപ്പോൾ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ആരുടെങ്കിലും കയ്യിൽ കുന്നംകുളം മാപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനാണെന്നുള്ള രീതിയിൽ പരോക്ഷമായി പരിഹസിക്കുന്ന രീതിയിലാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എങ്ങനെ കാണുന്നത്? അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെയാണ് കുന്നംകുളം മാപ്പ് എന്ന് ഉദ്ദേശിച്ചത് എങ്കിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനായിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് തൃക്കാക്കരയുടെ മാപ്പാണ്. അത് 31-ാം തീയതി വ്യക്തമാവും. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇതുപോലെയുള്ള വികൃതികൾ കാണിച്ച് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയ ആളാണത്. അവിടെ സീറ്റ് ലഭിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇടതു മുന്നണിയിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഇടതു മുന്നണിയെ താർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യമാണത്. കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണത്. കോൺഗ്രസ്സിൽ കൂടി വന്ന് കോൺഗ്രസ്സിൽ വളർന്ന് ആണ് ഇടതു മുന്നണിയിലേക്ക് മാറിയത്. അപ്പോൾ ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ ഇടതു മുന്നണിയെ താർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു 2020 ഭയന്നുകൊണ്ടാണ്, പേടിച്ചതുകൊണ്ടാണ് തൃക്കാക്കരയിൽ നിർത്താൻ. അപ്പോൾ ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഓരോന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനെ നിലയ്ക്ക് നിർത്തേണ്ടവർ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. PV ശ്രീനിജന്റെ ഒരു ആവശ്യങ്ങൾക്ക് പാർട്ടി വഴങ്ങുകയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ജില്ലാ ഘടകം അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ പാർട്ടിയിൽ അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് വന്ന് ഒരു ഇടത് സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചതിന് ശേഷം ആ പാർട്ടിയോട് കൂറ് പുലർത്തേണ്ടതിന് പകരം അതിനെ തകർക്കുന്ന രീതിയിൽ കോൺഗ്രസ്സിന് വോട്ട് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നിലയ്ക്ക് നിർത്തേണ്ടത് പാർട്ടി സംവിധാനങ്ങളും അതിൻ്റെ നേതൃത്വവുമാണ്. എന്തായാലും തൃക്കാക്കരയുടെ മാപ്പ് ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. സംശയം എന്താ കാര്യത്തിൽ? അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുന്നംകുളം മാപ്പ് ഞാൻ ഇത്ര അകലെയല്ലേ കിടക്കുന്നത്. ഇപ്പം എനിക്ക് അടുത്ത് കിടക്കുന്ന മണ്ഡലത്തിൻ്റെ മാപ്പുകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നമുക്ക് കാണാം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. സുരേഷ്, സൂചനകൾ വ്യക്തമാണ്. കാരണം ഇത്തരം പരോക്ഷ പരാമർശങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ തന്നെ മറുപടി നൽകുന്നു. അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആവശ്യങ്ങൾ, അതായത് ആർക്ക് വോട്ട് ചെയ്യുമെന്നതടക്കമുള്ള ചില ചോദ്യങ്ങളും അടക്കം ഉന്നയിച്ചിരുന്നു. അതിന് ഇപ്പോൾ ഇത്തരം പ്രകോപനപരമായ ഇടത് സമീപനം, പ്രത്യേകിച്ച് മണ്ഡലത്തിലെ MLA കൂടിയുടെ സമീപനത്തിന് അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നൽകുന്നു. കുന്നംകുളം മാപ്പല്ല, പകരം തൃക്കാക്കരയുടെ മാപ്പ് നൽകാൻ തയ്യാറാണ്. അത് വരും ദിവസങ്ങളിൽ, ഇലക്ഷൻ ദിവസം തന്നെ അത് ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. സുരേഷ്, ഇതോടൊപ്പം ഡാനി, ഇന്നലെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളെല്ലാം വന്നു. അതിനുശേഷമുള്ള 2020യുടെയും ആപ്പിൻ്റെയും ഒക്കെ കണക്കുകൂട്ടൽ എങ്ങനെയാണ്? തീരുമാനം എപ്പോൾ പ്രഖ്യാപിക്കാനിടയുണ്ട്? സുരേഷ്, 3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യം സംബന്ധിച്ച തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വികസന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളടക്കം കൃത്യമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതിൽ തീരുമാനമെടുക്കുമ്പോൾ നിശ്ചയമായും തന്നെ വികസന കാര്യങ്ങളടക്കം ഇപ്പോഴുള്ള പദ്ധതികളടക്കം ചർച്ച ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അല്ല, നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലല്ലോ. നമ്മളെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ചില നേതാക്കന്മാരും, അതും പ്രത്യേകിച്ച് കുന്നത്തനാടിൻ്റെ MLA, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം MLA ആയിട്ടുള്ള ആളാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ MLA ആയി ആ നാടിനെ, അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്ന ആ ജനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള നിലപാടുകളും ഞങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. സുരേഷ്, കെജ്രിവാളും ഒത്തുമുള്ള കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗം സമാപിച്ചത്. വരും ദിവസങ്ങളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപനം തന്നെയാണ്. അതിൽ ഏറെക്കുറെ നമ്മൾക്ക് ആ മറുപടിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രകോപനപരമായ കാര്യങ്ങൾ, അതേ കൂടി ചർച്ച ചെയ്ത് തന്നെയായിരിക്കും തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആ തീരുമാനവും എന്തായിരിക്കുമെന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സുരേഷ്, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ശ്രീനിജനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ സാബു എം ജേക്കബ് അല്ലെങ്കിൽ 2020 അത് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുന്നംകുളം മാപ്പല്ല, തൃക്കാക്കരയുടെ മാപ്പാണ് തങ്ങളുടെ കയ്യിലുള്ളത്. അതെന്താണെന്ന് 31-ാം തീയതി വ്യക്തമാകുമെന്ന് പറയുമ്പോൾ, വോട്ടെണ്ണി കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 2020 ആർക്കൊപ്പം നിന്നു, അതിൻ്റെ ഫലം എന്താണ് എന്ന് വ്യക്തമാകും എന്നൊക്കെ പറയുമ്പോൾ 2020യുടെ രാഷ്ട്രീയ നിലപാട് കൂടി നമുക്കതിലൂടെ വായിച്ചെടുക്കാം. ശ്രീനിജൻ്റെ നിലപാടുകൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടി 2020 നൽകുമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം 2020 ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയമായി നമുക്ക് കണക്കുകൂട്ടാം. വിവരങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്.